നമ്മുടെ കേരളത്തിൽ പല ആളുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. വലിയ വലിയ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ ഉയർന്ന ഉദ്യോഗത്തിലിരുന്ന IAS IPS നല്ല നല്ല ഡോക്ടർമാർ, ഉയർന്ന ഡോക്ടറിലെ ഹൈ പൊസിഷനിലെ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്, ലോയേഴ്സ്, ജഡ്ജസ്, ഇങ്ങനെ ഹൈ പൊസിഷനിലുള്ള ആളുകൾ മൊത്തം അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം, അതുപോലെ ഇപ്പോൾ നമ്മളെ യുവജനങ്ങൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരും BJPയിലോട്ടാണ് ചേരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? എല്ലാവരും ചാണകത്തി ചവിട്ടി എന്ന് പറയുന്നുണ്ട്. അതെ, എല്ലാവരും ഇത്രയും വലിയ ആളുകളെല്ലാം ചാണകത്തി ചവിട്ടി ആ ചാണകവെള്ളം കൊണ്ട് എവിടെല്ലാം പന്നിത്തീട്ടവും മലവും മനുഷ്യമലവുമായിട്ട് വിസർജ്യങ്ങളും കൊണ്ട് നാശമായി കിടന്ന് വൃത്തികേടായി കിടന്ന് അവിടെ എല്ലാം ചാണകം തളിച്ച് ശുദ്ധിയാക്കി അവർ പുതിയൊരു രാഷ്ട്രീയ രീതിയിലേക്ക് കടന്നു കയറുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഏതൊരു പാർട്ടിയിലും ഇത്രയും ഹൈ ക്വാളിഫൈഡ് ആയിട്ടും ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്ന് റിട്ടയർ ആയ ഒരു വ്യക്തികളും പോകുന്നില്ല. എല്ലാവരും BJPയിലോട്ടാണ് കയറുന്നത്. കാരണം എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണല്ലോ. അവരൊക്കെ സർവീസിലിരുന്ന് പല കാര്യങ്ങളും കണ്ട് മനസ്സും അടുത്തവരായിരിക്കും. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇപ്പം BJPയിലോട്ട് കയറുന്നത്. എല്ലാവരെയും വളരെ ഹാർദമായിട്ട് അതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. കാര്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള യുവതലമുറകൾ കൂടെ ഇപ്പോൾ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലോട്ടാണ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗ്രാമങ്ങളിൽ നിന്ന്, വാർഡ് തലങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.